ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വിശുദ്ധ ദിവസത്തിലേക്ക് കൂടെ നമ്മളെ പ്രവേശിപ്പിച്ച ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ വായന ഭാഗം സങ്കീർത്തനങ്ങൾ 43 മുതൽ 45 വരെ. ഇന്നത്തെ ചിന്തയ്ക്കായി 2 ദിനവൃത്താന്തം 15-ാം അധ്യായം 17-ാം വാക്യം. ആസായുടെ ഹൃദയം അവൻ്റെ ജീവകാലമൊക്കെയും ഏകാഗ്രമായിരുന്നു. ശലോമോൻ്റെ മകനായ രഹബയാമിൻ്റെ കൊച്ചുമകനായിരുന്നു ആസ. പിതാവായ അബിയാവിൻ്റെ മരണശേഷം ആസ യഹൂദായുടെ രാജാവായി. നീണ്ട 41 സംവത്സരം യഹൂദായുടെ രാജ്യഭരണം നിർവഹിച്ചു. യേശുവിൻ്റെ വംശാവലിയിൽ ആസ എന്ന പേര് കാണുന്നുണ്ട്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ. എന്നാൽ മയഖ രാജ്ഞി ആസായുടെ മാതാവല്ല, മറിച്ച് അബിയാവിൻ്റെ മാതാവായിരുന്നു എന്നും ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. 1 രാജാക്കന്മാർ 15-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ആസായുടെ മാതാവായാണ് മയഖയെ ചിത്രീകരിക്കുന്നത്. പിതാക്കന്മാരുടെ ദൈവത്തെ അഥവാ യഹോവയെ അനുസരിച്ച രാജാവായിരുന്നു ആസ എന്നാണ് തിരുവചനത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഇന്ന് ആസ രാജാവിൻ്റെ ചില പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, ഏകാഗ്രതയോടെ ജീവിച്ച രാജാവ്. കുറിവാക്യത്തിൽ നമ്മൾ കേട്ടതുപോലെ ആസായുടെ ഹൃദയം അവൻ്റെ ജീവകാലമൊക്കെയും ഏകാഗ്രമായിരുന്നു എന്ന് കാണുന്നു. അതിനാൽ വെള്ളി, പൊന്ന്, ഉപകരണങ്ങൾ എന്നിങ്ങനെ തൻ്റെ അപ്പൻ നിവേദിച്ചതും താൻ തന്നെ നിവേദിച്ചതുമായ വസ്തുക്കളെ അവൻ ദൈവാലയത്തിലേക്ക് കൊണ്ടുവന്നു. മാത്രമല്ല, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആസ തൻ്റെ പിതാവായ ദാവീദിനെ പോലെ യഹോവയ്ക്ക് പ്രസാദകരമായത് ചെയ്തു എന്നാണ്. അങ്ങനെയെങ്കിൽ ദൈവഹിതപ്രകാരം ഏകാഗ്രതയോടെ ജീവിച്ച പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു ആസ രാജാവ്. രണ്ടാമതായിട്ട്, നോ പറയുവാനുള്ള ഉൾക്കരുത്ത് നേടിയ രാജാവായിരുന്നു ആസ. തിന്മയോട് സമരസപ്പെടാതെ അതിനോട് എതിർത്ത് നിൽക്കുവാൻ ഇന്നത്തെ സമൂഹത്തിന് ഭയമാണ്. അവിടെ ആസ തെറ്റാണെന്ന് പറയുകയും തൻ്റെ ജീവിതത്തിലൂടെ അത് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ആസ ഇവിടെ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇപ്രകാരമാണ്. പുരുഷ മൈഥുനക്കാരെ ദേശത്ത് നിന്ന് പുറത്താക്കി കളയുന്നു. പിതാക്കന്മാർ ഉണ്ടാക്കിയിരുന്ന വിഗ്രഹങ്ങളെ നീക്കിക്കളഞ്ഞു. മയഖ രാജ്ഞി തൻ്റെ അമ്മയോ വല്യമ്മയോ ആയിരിക്കാം. എന്നാൽ മയഖ അശേരായ്ക്ക് മ്ലേച്ഛ വിഗ്രഹം ഉണ്ടാക്കിയതിനാൽ അവരെ രാജ്ഞി സ്ഥാനത്ത് നിന്ന് ആസ പുറത്താക്കി കളയുന്നു. ആ മ്ലേച്ഛ വിഗ്രഹത്തെ ആസ വെട്ടിമുറിച്ച് കിദ്രോൻ തോട്ടിനരികെ വെച്ച് ചുട്ടുകളഞ്ഞതായിട്ടും തിരുവചനത്തിൽ നിന്നും നമ്മൾ വായിക്കുന്നു. അങ്ങനെ തൻ്റെ ജീവകാലമൊക്കെയും തിന്മയെ അകറ്റി നിർത്തുവാൻ, അഥവാ തിന്മയെ ജയിക്കുവാൻ, തെറ്റാണെന്ന് പറയുവാനുള്ള ആർജവം കാണിക്കുവാൻ ആസ രാജാവിന് സാധിച്ചു. തുടർന്ന് ആസയെക്കുറിച്ച് കാണുന്നത് ഇപ്രകാരമാണ്. 1 രാജാക്കന്മാർ 15-ാം അധ്യായം 24-ാം വാക്യത്തിൽ. എന്നാൽ അവൻ്റെ വാർദ്ധക്യകാലത്ത് അവൻ്റെ കാലുകൾക്ക് ദീനം പിടിച്ചു. ആസ തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. തൻ്റെ പിതാവായ ദാവീദിൻ്റെ നഗരത്തിൽ അവൻ്റെ പിതാക്കന്മാരുടെ അടുക്കൽ അവനെ അടക്കം ചെയ്തു എന്ന് കാണുന്നു. അങ്ങനെയെങ്കിൽ ആസ ഇന്നത്തെ സമൂഹത്തോട് വിളിച്ചു പറയുന്നത്, നിങ്ങളും എന്നെപ്പോലെ ജീവിക്കുക, ഏകാഗ്രതയോടെ നിങ്ങൾ ജീവിക്കുക എന്നാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അനീതിയും വഷളത്വവും നിറഞ്ഞ ലോകത്തിൽ അതിന് അനുരൂപരാകാതെ അങ്ങയിൽ ആശ്രയിച്ച് ഏകാഗ്രഹൃദയരായി ശോഭിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.